നമ്മൾ നമ്മുടെ അരാപ്പയ്മയുടെ കുളത്തിലെ എക്സ്പെരിമെന്റ് ആണ്. ജിനോ ചാച്ചൻ ഈ ഗ്ലൗസ് ഇട്ടോണ്ട് ഈ ഒരു കുളത്തിലേക്ക് കൈ മുക്കാൻ വേണ്ടി പോവാണ്. 1 2 നമ്മൾ അവിടുത്തെ വെള്ളം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അലിഗേറ്ററാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവന്റെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പോവാണ്. പപ്പ എന്റെ അടുത്ത് പറഞ്ഞ കൈ കടിക്കത്തില്ല, പയ്യെ വന്ന് തീറ്റ മേടിക്കുന്നത്. ഇത് കണ്ടോ, എന്റെ കസിൻ ജെറിൻ എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് സച്ചിനോട് പറയാൻ വേണ്ടി. ആരാപ്പായ്മാക്കുളം ഒന്ന് വറ്റിക്കാവോ, എന്നിട്ട് എന്തായി എന്ന് കാണിക്കാവോ? എടി അതിനറിയോ, നമ്മൾ ആരാപ്പമീൻ മേടിച്ചില്ലേ? അപ്പോൾ ആരാപ്പമീൻ മേടിച്ച് വീഡിയോയ്ക്ക് അത് ആക്ച്വലി നമ്മൾ ആ മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മുടെ ടാങ്ക് മീൻ പൊട്ടിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റാണ് ആക്ച്വലി 4700 കമൻറ്റാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കമൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ടോ, കുളം വെറ്റിക്കുന്ന വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. 241 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരാപ്പയും എത്ര കണ്ടാലും വേറെ ലെവലാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് തോന്നുന്നില്ല നമ്മുടെ അരാപ്പയും മോൺസ്റ്റർ ടാങ്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അരാപ്പയ്മയുടെ ടാങ്ക് വറ്റിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നമ്മുടെ അലിഗേറ്റർകാരും അരാപ്പയ്മയൊക്കെ ഓക്കെ ആണോ? അഞ്ചിന് എന്നാ തോന്നുന്നത്? കണ്ടിട്ടില്ലല്ലോ. എടി ജെറിൻ എന്ന് പറഞ്ഞാൽ നിന്റെ കസിൻ ആ ഡൽഹി പഠിക്കുന്ന പയ്യനല്ലേ, അവൻ എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചോണ്ടിരുന്നത്? അവന്റെ കോഴ്സ് എന്നായി? അവനാണെങ്കിൽ കോഴ്സ് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുക, കാരണം അവിടെ ഡൽഹിയിൽ എഴുതിയിട്ട് പാസ്സാവുന്നില്ല. അപ്പൊ ഇനി നാട്ടിൽ വന്നിട്ട് വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാനുള്ള പരിപാടി. അപ്പൊ അവന്റെ 3 വർഷം കളയാനായിട്ടാണോ? അല്ല പിന്നെ എന്റെ എടി അവന് ഈ 3 വർഷം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നീ EduAcharya എന്ന് കേട്ടിട്ടുണ്ടോ? EduAcharya അതെന്താ? എടി അതായത് ഇൻഡോ യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി ഉണ്ടല്ലോ, നമ്മൾ പാസ്സായ വിഷയങ്ങളുടെ കോഴ്സ് ക്രെഡിറ്റ് UGC അംഗീകരിച്ച് വേറെ യൂണിവേഴ്സിറ്റിയിലോട്ട് മാറ്റിയിട്ട് അവിടെ നമുക്ക് നമ്മുടെ പഠനം പൂർത്തിയാക്കാനായിട്ട് വരും. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് EduAcharya. അപ്പൊ അവന് നാട്ടിൽ UGC അംഗീകരിച്ച കോളേജിൽ വന്നിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോയി ജോലി ചെയ്യാനോ പഠിക്കാനോ ഒക്കെ പറ്റും. അതായതുണ്ടല്ലോ നമ്മൾ UGC അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ പാസ്സായ വിഷയങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് EduAcharya നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്ഫർ ആയി വന്ന ഈ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ ഈ ഒരു ഡിഗ്രി കംപ്ലീറ്റ് കഴിയുമ്പോഴേക്കും ഈ ഡിഗ്രി നമുക്ക് വിദേശ ജോലിക്കോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്കോ പ്രൈവറ്റ് ജോലിക്കോ എല്ലാത്തിനും അംഗീകരിച്ചാണ്. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് EduAcharya. ഇങ്ങനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന പിള്ളേരുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഈ ഒരു കോഴ്സ് ഇവർ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാനഡയോ അമേരിക്കയോ UKയോ അതുപോലെ തന്നെ ഓസ്ട്രേലിയ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാനുള്ള സഹായവും ഹെൽപ്പും പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം EduAcharya ചെയ്തു തരുന്നതാണ്. അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഒരു ഡിഗ്രിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ EduAcharyയുടെ പാർട്ട്ണർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുണ്ടല്ലോ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ നമ്മുടെ UGC ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും അംഗീകരിച്ചതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ബിടെക് പഠനം മുടങ്ങി കിടപ്പുണ്ടെങ്കിൽ അത് തുടർന്ന് പഠിക്കാനായിട്ടും നിങ്ങളുടെ ഉണ്ടല്ലോ ക്രെഡിറ്റ് ഇക്വലൻസി ചെക്ക് ചെയ്യാനായിട്ടും അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമ്പോഴേക്കും എത്ര സെമസ്റ്റർ തുടർന്ന് പഠിക്കണമെന്ന് അറിയാനായിട്ടും ഇന്ത്യയിൽ നമ്മുടെ തുടർ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം വിദേശത്ത് പഠിച്ച് സെറ്റിൽ ആവാനായിട്ടുള്ള നിങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ EduAcharyയുടെ കോഴ്സ് കൗൺസിലിംഗ് എക്സ്പേർട്ടുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അതിന് വേണ്ട നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരാപ്പയ്മയുടെ ടാങ്ക് പറ്റിക്കുന്നത് കണ്ടേ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സെറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രിക്സ്. എൻ്റെ കയ്യിൽ കുറച്ച് തീറ്റയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരാപ്പയ്മയുടെ കുളം പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു നമ്മൾ അരാപ്പയ്മനെ കാണിക്കാനായിട്ട്. അതായത് നമ്മുടെ ഈ ഒരു കുളത്തിൽ നമുക്ക് 2 അരാപ്പയ്മയും ഒരു അലിഗേറ്ററും ഒരു റെപ്റ്റൈലും ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കുളം വറ്റിച്ച് ഈ ഒരു കുളത്തിന്റെ അവസ്ഥ കാണിക്കാവോ, 2 അരാപ്പയ്മയുടെ സൈസ് കാണിക്കാമെന്ന് കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തീറ്റ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആക്ച്വലി നമുക്ക് 4 മീനാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 4 എണ്ണത്തിനെ കാണിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വളർത്തുന്ന ബാക്കി മീനുകൾക്കുള്ള തീറ്റയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കുളം വറ്റിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ അതിന് മുമ്പുണ്ടല്ലോ, ആദ്യമേ നമുക്ക് തീറ്റ കൊടുക്കണം. തീറ്റ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ആർക്കെങ്കിലും നമ്മുടെ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇതിനകത്ത് കൈ മുക്കാനായിട്ട് ധൈര്യം ഉണ്ടോ? ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? അല്ല, ധൈര്യം ഉണ്ടോ? ഗിഫ്റ്റ് ഒന്നുമില്ല, പറ്റത്തില്ല, ആർക്കും ധൈര്യമില്ല. പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഗ്ലൗസ് ഇട്ടിട്ട് ഇതിനെ പിടിക്കുന്നത്. അപ്പൊ ഗ്ലൗസ് ഇട്ടിട്ട് ഇതിനകത്ത് കൈ മുക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ആ മുക്കോ, ഇതിനകത്ത് മുക്കോ, ഉറപ്പാണോ? ഗ്ലൗസ് ഇട്ടിട്ട് ചേച്ചിനാണ് വെള്ളം അടിക്കോ? അപ്പൊക്ക് പറ്റോ? ഇല്ല, പേടിയുണ്ട്. അപ്പൊ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അല്ലല്ല ഇത് പറഞ്ഞിട്ട് മാറ്റി പറയാൻ പറ്റില്ല. ഗ്ലൗസ് ഇട്ടോ? ഓക്കെ, ഇത് നല്ല സൂപ്പർ കട്ടിയുള്ള ഗ്ലൗസ്. അല്ലല്ല, ഇത് കട്ടിയുള്ള ഗ്ലൗസാ. പിന്നെ ഡിങ്കർ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അല്ല മമ്മി, ഇത് ആരാ പറഞ്ഞത്? ഞാനല്ലേ പറഞ്ഞത്. എടാ നീ കേട്ടോ അപ്പ പറഞ്ഞത്? അപ്പ ധൈര്യശാലിയാ. എടാ അപ്പ ഭയങ്കര ധൈര്യശാലിയായി കാണിച്ചതാ.
എന്നിട്ട് അപ്പൊ ഇപ്പൊ പറയുന്നത് നീ കേട്ടോ? അല്ല ജിനോജനാണല്ലോ പറഞ്ഞത്. ഓക്കെ ഓക്കെ ആണോ? അല്ല ജിനോജന് ഇട്ട് വേണ്ടി കണ്ടല്ലോ കണ്ടല്ലോ. അപ്പൊ ജിനോജന് ഇട്ട് വേണ്ടത് കണ്ടല്ലോ. അലിഗേറ്റർ കടിച്ചാൽ പണിയാത്തില്ല, പൊങ്ങി വരത്തില്ല. എന്നാ വേറെ ഗ്ലൗസ് വേണം തരാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം കേട്ടോ, അതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു ഗ്ലൗസ് എൻ്റെ ഇവിടെ ഞാൻ എടുത്തോണ്ട് വരാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ പോർച്ചിൽ പുതിയ SSIT വന്ന കാര്യങ്ങൾ അറിഞ്ഞു കാണും. നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട്, ഇത് കണ്ടല്ലോ SSIT യുടെ കിടപ്പുണ്ട്. അത് കൂടാതെ ഉണ്ടല്ലോ അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു. അപ്പൊ എൻ്റെ വേറൊരു ഗ്ലൗസ് ഉണ്ട്, ഇത് കണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫിഷിംഗ് ട്രിപ്പിന് പോയിട്ട് ഞാൻ കൊണ്ടുവന്നാണ്. തീറ്റ കൊടുക്കല്ലേ ഈ ഗ്ലൗസ് ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെ ആണെന്നാണ് ജിനോജൻ പറയുന്നത്. എടാ നിങ്ങടെ നീ വെയിൽ കൊള്ളണ്ടാ, നീ വെയിൽ കൊള്ളണ്ട കേട്ടോടാ. മൂക്ക പിടിക്കട്ടെ, ഞാൻ ഇഷ്ടമില്ല കേട്ടോ മൂക്ക പിടിക്കുന്നൊന്നും. എനിക്ക് അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ചേച്ചി അങ്ങനെയല്ലേ ജിനോജന? അങ്ങനെ ഇടല, അങ്ങനെ ഇടാൻ പാടില്ല. ബാ എന്നാ ഒരു കാര്യം ചെയ്യാം, കൈ ഇടാം. പക്ഷെ കൈ അല്ലല്ല രണ്ടും അല്ല, ഇങ്ങനെ 4 പേരിലിടണം. എന്നാ കുഴപ്പം? 4 പേരിലും ഗ്ലൗ ഉണ്ടല്ലോ. ആണല്ലേ? എന്നൊരു കാര്യം ചെയ്യാം, അതിനു മുമ്പ് ചുമ്മാ അങ്ങനെ ഇടുകയല്ലേ ചെയ്യണ്ടേ. ആദ്യമേ എനിക്ക് അവനെ ഒന്ന് പ്രകോപിപ്പിക്കണം. അപ്പൊ അതുണ്ടല്ലോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ജിനോജ് ചാടി കയറി സമ്മതിക്കുകയും ചെയ്ത്. ഇത് കഴിഞ്ഞിട്ട് ഞാനും ഇടാം. ഇത് കഴിഞ്ഞിട്ട് ഞാനും ഇടാം. ഓ അതുപോലെ ഇടണോ? ആ മതി, അത്ര ഇനി കൊടുത്ത് 4 ഇട്ടോ, അതായിരിക്കും നല്ല അല്ലേ? മമ്മി സേഫ് ഏതാ? ഒരു കാര്യം ചെയ്യാം, നമ്മൾ നമ്മുടെ അരാപ്പയ്മയുടെ കുളത്തിലെ എക്സ്പെരിമെന്റ് ആണ്. ജിനോചാച്ചൻ ഈ ഗ്ലൗസ് ഇട്ടോണ്ട് ഈ ഒരു കുളത്തിലേക്ക് കൈ മുക്കാൻ വേണ്ടി പോവാണ്. 4 വിരൽ ഒരുമിച്ചാണ് മുക്കുന്നത്. ഓക്കെ റെഡി? ജിനോചൻ തന്നെ സമ്മതിച്ചാണ്. ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ജിനോചൻ തന്നെ ആദ്യം അല്ലേ? ജിനോചൻ ചെയ്ത് ഞാൻ ഇടും. നീ കണ്ടോണം കേട്ടോ. ഇടല് വെയിറ്റ്, ഞാൻ നോക്കട്ടെ. റെഡി? ആ പയ്യെ ഇടണേ. അരാപ്പയ്മ കടിക്കുമെന്നാണ് എല്ലാവരുടെയും ഡൗട്ട്. നമുക്ക് ഇന്ന് അവിടെ ഇടണം. ആണോ? എന്നാ പയ്യെ ടെംപ്റ്റ് ചെയ്യ്. വേണ്ടടാ എന്നാ ജസ്റ്റ് മുക്കി വെച്ചാൽ മതി. 10 എണ്ണം നമ്മൾ മുക്കി വെച്ചാൽ ടാസ്ക് കംപ്ലീറ്റ് ആയി. അത്ര അതാണ് കുഴപ്പം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ ടാസ്ക് കംപ്ലീറ്റ്. അത് ഭയങ്കര ബുദ്ധിപരമായ ടാസ്ക് ആയിരുന്നു കേട്ടോ. നീ ഞാൻ പറയുന്ന പോലെ വെക്കണം. നീ ഒരു വിരൽ മാത്രം വെച്ചാൽ മതി. ഞാൻ മൊത്തത്തിൽ മുക്കും കൈ വേണ്ട. അത് നോക്കാം, നമുക്ക് അറിയാലോ. അമ്മ ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഡേഞ്ചറസ് ആണെന്ന് അറിയാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി ആളുകൾ ഈ പരാപ്പയമേനെ മേടിച്ച് വളർത്തുന്നുണ്ട്. നമുക്ക് അവർ വല്ലതും ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയണോ ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താന്ന്? ഒരു വിരൽ മതിയേ. വേണ്ടേ ഞാൻ അട്രാക്ട് ചെയ്യാം. നീ എന്തേലും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, ഞാൻ അവനെ കൊണ്ടുവരാം. ഓക്കെ അവനെ വരുത്താം. ചാത്തന്മാർ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. പേടിക്കല്ലോ. വിരൽ ഫ്രാക്ചർ ഇടേണ്ടി വരുമോ? എണ്ണ ആരെങ്കിലും എണ്ണ. 1 2 3 എനിക്ക് പേടിയാണ്. എന്റെ ദൈവമേ. 7 8 9 കഴിക്കിട്ട് അങ്ങനെ നോക്കുന്നില്ല. എനിക്ക് ഒന്നും എണ്ണിക്കോ 10 വരെ. 2 3 ഇല്ല അങ്ങനെ എണ്ണിക്കോ. 4 അടി കൂടെ പോകുന്നുണ്ട്. 6 7 8 9 ശരിക്കും ഉണ്ടല്ലോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ടെൻഷൻ അങ്ങോട്ട് കയറും കേട്ടോ. അത് മീൻ കടിക്കുമോ എന്നുള്ളതൊന്നും അല്ല, നമുക്ക് ഈ ഒച്ച കേൾക്കുമ്പോഴേക്കും നമുക്കൊരു ഭയങ്കര ടെൻഷൻ അങ്ങോട്ട് ഫീൽ ചെയ്യും കേട്ടോ. ലിങ്കറെ നീ വലുതാക്കുമ്പോൾ നിന്നെ ഇടിപ്പിക്കാം കേട്ടോടാ. ഇവ അങ്ങനെ നോക്കുക എന്നെ സംഭവിക്കുന്നതേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് തീറ്റ അങ്ങ് കൊടുക്കുക. ആദ്യമേ ഇത് കണ്ടോണേ, നമ്മുടെ അലിഗേറ്ററിനും അതുപോലെ നമ്മുടെ എല്ലാ അരാപ്പയ്മയ്ക്കും ഇതിനകത്തോട്ട് അങ്ങ് തീറ്റ ഇടുവാണ്. അവരെല്ലാവരും കഴിക്കട്ടെ. ഇത് കണ്ടല്ലോ കുറച്ച് തീറ്റ നമ്മളങ്ങ് ഇട്ടിട്ടുണ്ട്. തീറ്റ കഴിച്ച ഉടനെ നമ്മൾ വെള്ളം പറ്റിക്കത്തില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം പറ്റിക്കത്തുള്ളൂ. അതിന് മുമ്പ് നമുക്ക് മറ്റേ തിമിനോക്ക് തീറ്റ കൊടുക്കാം. ചേച്ചി വേണമെങ്കിൽ തണുത്ത് നിന്നോ. ഇവിടെ നമ്മൾ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഷെഡിൽ ഒരു പോർച്ച് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. നമ്മുടെ കാർ ഇടാനായിട്ടല്ല, വേറൊരു സാധനം ഇടാനായിട്ടാണ്. ഇത് എന്തിനാണെന്ന് അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഒരാൾക്കും കൂടെ തീറ്റ കൊടുക്കാൻ വേണ്ടി നമ്മുടെ കുളത്തിലെ അരോണ ചേച്ചി ആദ്യം കയറിയാണ്. അമ്മയും ചേച്ചിയും കയറിയിട്ടുണ്ട്.
പപ്പയും വരുന്നുണ്ട്. നമ്മൾ അരോണയ്ക്ക് തീറ്റ കൊടുക്കുന്നത് വളരെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ കുളത്തിലെ കുഞ്ഞു മീനുകൾ അരോണ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുളത്തിലെ കുഞ്ഞ് തിലോപ്പിയ കുഞ്ഞുങ്ങളൊന്നും ഇപ്പോൾ കാണാനിട്ടില്ല. പ്രോബബ്ലി മൊത്തം അരോണ കഴിച്ചതായിരിക്കും. കയ്യിൽ നിന്ന് വേണേൽ കൊടുക്കാം. വേണ്ടേ ഇത് കയ്യിൽ മേടിക്കാം. ഇത് അങ്ങനെ ഇതുണ്ടോ? കയ്യിൽ പേടിയാവോ? അപ്പേ കടിക്കുമോ? കയ്യിലൊന്ന് വെച്ച് കൊടുത്തു നോക്കാം കേട്ടോ. ഇത് കണ്ടോ? പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ കൈ കടിക്കത്തില്ല, പയ്യെ വന്ന് തീറ്റ മേടിക്കുന്നത്. ഇത് കണ്ടോ? ഇല്ല, വേദനയൊന്നുമില്ല കേട്ടോ. ഞാൻ ചുമ്മാ ആക്ട് ചെയ്താ ചെറുതായിട്ട്. ഈ പറഞ്ഞ പോലെ ചെറിയ എന്നാ പറയുന്നത്, നമ്മുടെ ഈ ഹാക്സോ ബ്ലേഡിന്റെ പല്ല് പോലത്തെ പല്ലാണ്. അപ്പൊ ചെറിയൊരു പല്ലേ ഉള്ളൂ. പിന്നെ വന്ന് ഇപ്പോൾ ചേച്ചി കണ്ടോ? കൈ കൊണ്ട് കൊടുക്കണോ? ഇട്ട് കൊടുത്താൽ മതി എന്നാ പറയുന്നത്. എന്നോടെ ഓ വലിയ വായ. പിന്നെ ഇത് കണ്ടോണേ, ഓ അതാണ് ഈ നമ്മുടെ രണ്ടാമത്തെ അരാപ്പയ്മ. നമ്മുടെ രണ്ടാമത്തെ അരോണനെ കുറെ നാളായിട്ട് നമ്മൾ തന്നെ കണ്ടിട്ട്. ഇത് കണ്ടോണേ. ഓ ഇട്ടെ. ഓ നല്ല രസമാണ് കേട്ടോ ഇവർക്ക്. നമ്മുടെ ഓസ്കാർ അവൻ കഴിച്ചു. നമ്മളിങ്ങനെയാണ് നമ്മുടെ മീനുകൾക്ക്, നമ്മുടെ കുളത്തിലെ പ്രെഡേറ്റർ ആയിട്ടുള്ള മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നത്. അത് അടുത്ത ഓസ്കാർ കഴിച്ചു. കാരണം ഇവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഫുഡ് വേണം കേട്ടോ. മീറ്റ് ആയിട്ടുള്ള ഫുഡ് വേണം. ഇത് ഓസ്കാർ കഴിച്ചു. ഇത് നമ്മുടെ അടുത്ത ഓസ്കാർ കഴിക്കടാവുന്ന്. ഓ അവൻ കണ്ടില്ല. ഇത് കണ്ടോണേ. അതെ, ഇത് പുള്ളി കണ്ടില്ല. കണ്ടു ഇതേ കണ്ടോ? സിമ്പിളായിട്ട് വന്ന് കഴിച്ചിട്ട് പോകും. അതാരും കണ്ടില്ല. ഓ കോഴിക്കാർപ്പാണ് കണ്ടത്. പിന്നെ താന്ന് പോയാൽ നമ്മുടെ കുളത്തിൽ താന്ന് കഴിക്കുന്ന മീനുണ്ട്. ഇത് കണ്ടോണേ. കറക്റ്റ് എൻ്റെ വായിലോട്ട് ഇട്ട് കൊടുത്ത്. ഇത് കണ്ടോണേ. കണ്ടോ? നമ്മുടെ അടുത്ത ഓസ്കാർ അവനും കിട്ടിയിട്ടുണ്ട്. അതെ കോലാനുണ്ട് അവിടെ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആറ്റിൽ നിന്ന് ഒരു കുറേ കോലാനം പിടിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോലാൻ നമ്മുടെ മീൻ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ പറഞ്ഞേ ഞാൻ കുറച്ച് മീനുകൾ നടുക്കോട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ. ദേ വരും നമ്മുടെ ടെറർ സാധനം. പിന്നെയാണെങ്കിൽ നമ്മുടെ ഷാർക്കിനും നമ്മുടെ ഗൗരയ്ക്കും വേണ്ടിയിട്ട് നമ്മളിത് ചേമ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവരുടെ മെയിൻ ഭക്ഷണം. ബാക്കിയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരത് കഴിച്ചോളും. ഇനി അപ്പോൾ നമുക്ക് കുളം പറ്റിച്ചാലോ? നമ്മളിനി ഉണ്ടല്ലോ നമ്മുടെ ടാങ്ക് പറ്റിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ പൈപ്പ്. നമ്മളിത് തുറക്കുന്നു. ഇതിനകത്ത് വേസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ തെങ്ങിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുളം വറ്റി വരാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മീനുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ നമ്മുടെ കുളത്തിൻ്റെ അടിയിലുള്ള ബോട്ടം വേസ്റ്റ് ഈ ഒരു പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കളയും കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേസ്റ്റ് ഉണ്ട്. നമ്മൾ കുറച്ച് നാളായി നമ്മുടെ കുളം ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ അവസാനത്തെ സ്റ്റേജ് ക്ലീനിങ് ആണ്. വെള്ളമൊക്കെ അത്യാവശ്യം ക്ലീൻ ആയപ്പോൾ നമ്മളൊരു പൈപ്പ് കൊണ്ട് ഇതിനകത്തെ ബോട്ടം ഉള്ള ബാക്കി ഈ പറഞ്ഞ പോലെ പൊടിയും ചെളിയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിലുമ്പോഴേ അങ്ങ് വിടുവാണ്. ഇവന്മാർ നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഇവർ ഡിസ്റ്റർബ് ആകുമ്പോഴേക്കും കിടന്ന് ചാടി കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ സ്കെയിൽസ് ഒക്കെ കുറച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അവരതിലുമ്പോഴേ അങ്ങനെ അടിയിൽ കൂടെ നടക്കുന്നു. അങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഉണ്ടാക്കി ഇവർ ഭയങ്കരമായിട്ട് ചാടും കേട്ടോ. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചും കിടക്കുവാണ്. നമ്മുടെ അലിഗേറ്ററും കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്ന നമ്മുടെ റെക്റ്റൈൽ ക്യാറ്റ് ഫിഷിനെ ആയിരിക്കും. നമ്മുടെ റെക്റ്റൈൽ ക്യാറ്റ് ഫിഷ് എവിടെയാണെന്ന് ഞാൻ പറയാം. വെള്ളം നന്നായിട്ട് ക്ലീൻ ആയി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോഴേക്കും മനസ്സിലാവും. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ വെയിലൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇവന്മാർ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവർ എണീറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ജസ്റ്റ് പൈപ്പ് അനക്കാതിരിക്കും. രണ്ടുപേരും ഒരുമിച്ച് ഒരുപോലാണ് മൂവ് ചെയ്യുന്നത്. ഇതുണ്ടോ? ഇതിനകത്ത് ഏതാണ് നമ്മുടെ ആദ്യത്തെ അരാപ്പയ്മ, ഏതാണ് നമ്മുടെ രണ്ടാമത്തെ അരാപ്പയ്മയെന്ന് അറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. നമ്മൾ അവിടുത്തെ വെള്ളം ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അരാപ്പയ്മയുടെ മേളിലേക്ക് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം അവർക്ക് നീന്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. ഒരു സൈഡിലേക്ക്, ഇപ്പുറ സൈഡിലാണ് വെള്ളം ഉള്ളത്, പക്ഷേ അവർ അപ്പുറത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം ഞാൻ ഈ കുളത്തിൽ ഇറങ്ങി ഇവന്മാരെ പിടിച്ച് കാണിച്ചു തരാം. രണ്ടുപേരുടെയും കളറിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരത് ചെറുതായിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണല്ലോ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ കുളം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളമാണ്. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ ഒരു കലക്കൽ ഇവർ രണ്ടുപേരും ഇതുണ്ടോ ഒരുപോലെയാണ് നീന്തുന്നത്. അങ്ങനെയാണ് കലങ്ങിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് മീൻ? എങ്ങനെയുണ്ട്? കുറേ നാളല്ല ഇതാണ് വലുപ്പ വ്യത്യാസം കണ്ടോ. നമ്മുടെ അരാപ്പയ്മ, അതായത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന അരാപ്പയ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റവനേക്കാളും കുറച്ചും കൂടെ വണ്ണവും അതുപോലെ തന്നെ അവൻ്റെ ഹെഡ് കുറച്ചും കൂടെ വലുതാണ്, കുറച്ചും കൂടെ ഫ്ലാറ്റ് ആണ് ഹെഡ്. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ നോക്കുവാണെങ്കിൽ അവൻ്റെ ഹെഡ് കുറച്ചും കൂടെ ഒരു
നീളമുണ്ടല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ അവർ ഭയങ്കര കാമാണ്, നമുക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഇവരുടെ മെഷർമെൻറ്റ് എടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് അലിഗേറ്ററാണ്. ഞാൻ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇവരുടെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അയ്യോ, ഇതിനകത്ത് നിൽക്കുന്നത് പേടിച്ചിട്ടാണ് കേട്ടോ. കാലേ കടിച്ചു. പക്ഷെ ഞാൻ ക്രോക്സ് ആണ് ഇട്ടിരിക്കുന്നത്, എനിക്കൊന്നും പറ്റത്തില്ല. കാലേ കടിച്ചു കേട്ടോ. മേലോട്ട് കടിക്കത്തില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഇവൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. വളരെ കാമൺ. ഞാൻ ഒരു അപ്രോക്സിമേറ്റ് എടുക്കുന്നുള്ളൂ. ഇത്രയാണ് വരുന്നത്. മറുവശം നോക്കി അറിയാൻ പറ്റും. 43 ഇഞ്ച് 170 സെൻറ്റിമീറ്ററാണ് നമ്മുടെ വലിയ അരാപ്പയ്മയുടെ നീളം. മറ്റേതിൻ്റെ വരുമ്പോഴേക്കും ഒരു ഇവിടെ നിന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഇത്രയാണ് വരുന്നത്. വരുമ്പോഴേക്കും 36 ഇഞ്ച് 92 സെൻറ്റിമീറ്ററാണ് നമ്മുടെ നീളം വരുന്നത്. പിന്നെ നമ്മുടെ അലിഗേറ്റർ വരുമ്പോഴേക്കും 27 ഇഞ്ച് 69 സെൻറ്റിമീറ്ററാണ് നീളം. അപ്പം ടെറർ നമ്മുടെ ആദ്യത്തെ അരാപ്പയ്മ തന്നെയാണ് അല്ലേ. ഈ അവൻ്റെ സൈസും കളറും ഒക്കെ അവനൊരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ രണ്ടാമത്തെ മീൻ ചിലപ്പോൾ ഈ പറഞ്ഞാൽ ഒത്തിരി വെള്ളത്തിൽ കിടന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ആ കളർ ആയത്. ചിലപ്പോൾ ഇവിടെ കിടന്ന് അതിൻ്റെ കളർ മാറി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലപ്പോൾ മെയിലും ഫീമെയിലും ആയിരിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് എവിടെയാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് നമ്മളൊരു പരീക്ഷണം നടത്താൻ വേണ്ടി വേറെ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതെങ്ങോട്ടാണെന്ന് അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനലിൽ അടുത്ത് വരാൻ വേണ്ടി പോകുന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച വൈകുന്നേരം കൃത്യം 5 മണിക്ക് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോ വരുന്നതാണ്. ഇതന്നെ ഇവരിൽ അനങ്ങാൻ നിൽക്കുന്നത് അസംബ്ലിയാണോ? നോക്കിയേ, തല എല്ലാവരും അടുപ്പിച്ച് ഇതുണ്ടോ അനങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ മേലിലോട്ട് കയറിയിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് അമ്മ ഇത് പിടിച്ചോ, നമുക്ക് വെള്ളം അങ്ങോട്ടേക്ക് ഇടാം. ഇച്ചിരി ഉപ്പിട്ടോ, സോഡിയം ഇല്ലാത്ത ഉപ്പല്ലേ. നമ്മുടെ EduAcharyയുടെ കോഴ്സ് കൗൺസിലിംഗ് എക്സ്പേർട്ടുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അതിന് വേണ്ട നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇനി ഇപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മീൻ നല്ലതാണ് കേട്ടോ. എല്ലാത്തിനാണ് ചിരിക്കുന്നത്.